ഉണ്ട് മോഹൻലാൽ. ഓൻ പറഞ്ഞ കാര്യമാണ് സുരേഷ് ഗോപിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഗണേശനോട് പറയാനുള്ളത്. ആയതുകൊണ്ട് സുരേഷ് ഗോപിയെ കുറിച്ച് ചൊറിയാൻ വന്ന തിരിച്ച് ഞങ്ങൾ മാന്തി പൊളിക്കും. അത് താങ്ങാൻ ഗണേശനാകൂല. നിങ്ങൾ മനസ്സിലാക്കി. കുറെ മാധ്യമങ്ങളെ മുന്നിൽ നിർത്തി എന്റെ ഇളിച്ച ചിരിയും ചിരിച്ച് അതിപ്പോ ഞാനൊരു തൊപ്പിയെ കുറിച്ചല്ലേ പറഞ്ഞോളൂ. ഗണേശ സുരേഷ് ഗോപി ഒരു സിനിമ അഭിനയിച്ച് കഴിഞ്ഞു പോരുമ്പോ ബഹുമാനായിട്ടുള്ള ഗണേശൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സുരേഷ് ഗോപി ഒരു തൊപ്പി കൊണ്ടുപോകുന്നു. ഗണേശൻ കൊണ്ടുപോകുന്നത് തൊപ്പിയല്ലല്ലോ, ജീവനുകളല്ലേ. ഞങ്ങൾ ചർച്ച ചെയ്യണത് ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ ചർച്ച ചെയ്യാതെ ഞങ്ങളുടെ മാന്യതയാണ്. പൊതുസമൂഹത്തിന് മുമ്പിൽ പറയേണ്ടത് പറയാതിരിക്കുന്നത് അത് ഞങ്ങളുടെ കഴിവുകേടായി നിങ്ങൾ കാണരുത്. പൊതുസമൂഹത്തിൽ പല യാഥാർത്ഥ്യങ്ങളും ഞങ്ങൾ പ്രസംഗത്തിൽ മറച്ചു വെക്കുന്നത് കഴിവുകേടായി നിങ്ങൾ കാണരുത്. അത് ഞങ്ങളുടെ മാന്യത, ഞങ്ങളുടെ സംഘടന പഠിപ്പിച്ച മാന്യത. എന്റെ സംഘടന നിങ്ങൾ എന്താണ് പഠിപ്പിച്ചതെന്ന് നിങ്ങളിപ്പോ കാണിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ സ്വന്തം പിതാവാണ് കേരള കോൺഗ്രസ് ബിയുടെ നേതാവായിട്ടുള്ള ബഹുമാനായിട്ട് ശ്രീ ബാലകൃഷ്ണപിള്ള ഈ കേരളത്തിനോട് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞത് എന്താ? ബഹുമാന്യനായ ഗണേശൻ എന്ന് തന്നെ ഞാൻ അഭിസംബോധന ചെയ്യട്ടെ. ആ ഗണേശൻ ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. എന്റെ ഭാര്യയോട് എനിക്ക് വിശ്വാസമില്ലാത്ത ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് ഞാൻ ഉറപ്പിക്കുന്നു എന്റെ തന്നെയാണ്. പക്ഷേ തെറ്റുപറ്റിപ്പോയി. ഇത് പറഞ്ഞത് സുരേഷ് ഗോപിയുടെ അച്ഛനോ പൊതുസമൂഹത്തിന്റെ അച്ഛന്മാരോ അല്ല, അവനവന്റെ സ്വന്തം പിതാവാണെന്ന് ഗണേശൻ ആലോചിച്ചിട്ട് ഒന്ന് മലർന്നു കിടന്ന് തുപ്പുക എന്ന് മാത്രമേ താങ്കളോട് പറയാനുള്ളൂ. കണ്ണാടിയിൽ നോക്കി സുരേഷ് ഗോപിയെ പറയുന്ന സമയത്ത് അവനവനാകുന്നവനാണോ, പാകമുള്ളവനാണോ, യോഗ്യനാണോ എന്നൊന്ന് ചിന്തിച്ച ബഹുമാനായ ഗണേഷ് കുമാർ താങ്കൾക്ക് നല്ലതാണ്. നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ മോശമായി പറയേണ്ടി വരിക, അതിനൊരു പ്രതിഷേധം നടത്തേണ്ടി വരിക, അതിന് ഈ തീച്ചൂട്ടത്ത് ഈ പാവങ്ങൾ ഇങ്ങനെ ട്രൗസറും ഷർട്ടും ഇട്ടിട്ട് പാവങ്ങളെ ജനങ്ങളെ സേവിക്കേണ്ട നീതിന്യായ സംവിധാനങ്ങൾ നിലനിർത്തേണ്ട പോലീസുകാർ വണ്ടിയിട്ട് തടഞ്ഞ് കയറും കെട്ടി ഇവന്മാരിനി അങ്ങോട്ട് ഓടിപ്പോയാൽ എന്റെ മക്കളുടെ ചോറും കഞ്ഞൂടി മുട്ടണ്ടല്ലോ എന്ന് കരുതി നിൽക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് ഗണേഷ് കുമാർ അന്റെ വഴിവിട്ട നാക്കാണ് ഈ പ്രവർത്തനത്തിലേക്ക് എത്തിച്ചത്. പറ, പത്തനാപുരത്തെ എല്ലാ റോഡുകളും കറക്റ്റാണോ? പത്തനാപുരത്തെ എല്ലാ മേഖലകളും കൃത്യമാണോ? താങ്കൾ ഭരിക്കുന്ന മേഖല വളരെ കറക്റ്റാണോ? അതൊക്കെ ഒന്ന് വിശകലനം ചെയ്തിട്ട് ആദരണീയ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ, പിണറായി വിജയന്റെ ക്യാബിനറ്റിലുള്ള കപ്പലണ്ടി മന്ത്രി അല്ലട്ടോ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നിങ്ങൾ മനസ്സിലാക്കണം, ലോകരാഷ്ട്രങ്ങൾ ബഹുമാനിക്കുന്ന ഇന്ത്യയുടെ വളർച്ചയെ അംഗീകരിക്കുന്ന ഈ നാടിനെ കൈപ്പിടിച്ചുയർത്തുന്ന ആദരണീയ പ്രധാനമന്ത്രി ബഹുമാനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റ് മെമ്പർമാരിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ് ബഹുമാനായ സുരേഷ് ഗോപി. ചോദിച്ചോട്ടെ, സുരേഷ് ഗോപിക്ക് സമൂഹത്തെ അറിയാൻ സാധിക്കുന്നതും, സുരേഷ് ഗോപിക്ക് സമൂഹത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നതും, സുരേഷ് ഗോപിക്ക് സമൂഹത്തിനോട് നീതി കാണിക്കാൻ സാധിക്കുന്നതും, മറ്റൊരുത്തന്റെ പ്രയാസവും വിഷമവും സങ്കടവും ദുഃഖവും ദുരിതവും എന്റേതാണെന്ന് മനസ്സിലാക്കി അവനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നതും, അത് സുരേഷ് ഗോപിയുടെ അച്ഛൻ മക്കളെ അങ്ങനെ വളർത്തിയത് കൊണ്ടാണ്. ഓന്റെ ബീജാഭാവത്തിൽ ഉണ്ടായിട്ടുള്ള വ്യക്തി നല്ലവനായി പറക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആ ചിന്താധാരയുടെ അടിസ്ഥാനത്തിലും അദ്ദേഹത്തിന്റെ ജീവിതവും ശുദ്ധിയായതുകൊണ്ടാണ് മക്കൾ മക്തിയും വെടുപ്പായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ മോശമായത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, അതെന്റെ സംസ്കാരവുമല്ല. മാന്യത എന്ന് പറയപ്പെടുന്നത് അത് പഠിക്കേണ്ടതാണ്. അങ്ങയുടെ വീട്ടിൽ നിന്നത് പഠിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടോ, കുരുത്തം കൊടുക്കുന്ന നേരത്ത് ബാലകൃഷ്ണപിള്ള കുരുത്തം കൊടുക്കാൻ വിളിച്ചു അത്രേ. ഓൻ ആ നേരത്ത് ടോയ്ലറ്റിൽ പോയി. അപ്പൊ കേടേ കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഈ സമൂഹം അന്ന് അനുഭവിക്കേണ്ടി വരുന്നത്. പത്തനാപുരം കണ്ടി. ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തില് ഒരു പിതാവ് പറയുന്നു മകൻ കള്ളനാണ്, ഒരു പിതാവ് പറയുന്നു എനിക്ക് തെറ്റ് പറ്റിയതാണ് മകൻ, ഒരു പിതാവ് പറയുന്നു തന്റെ കേശം കെട്ടുകളെ കുറിച്ച് പറഞ്ഞാൽ TV ഓഫ് ചെയ്യേണ്ടി വരും, ഒരു പിതാവ് പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സുരേഷ് ഗോപിയെ വിമർശിക്കുകയല്ല, ആ വീടിന്റെ ഉമ്മർത്ത് പോയിട്ട് ഒരു കസാരിട്ട് വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ബാലകൃഷ്ണപിള്ള എന്നൊരു വിളിക്കുക. എന്നിട്ട് അങ്ങോട്ട് പറയാ, തോന്നിയതാ പറഞ്ഞോ. എന്നെ കുറിച്ച് കണ്ണാ കൂണ മുഴുവൻ പറഞ്ഞു നടന്ന എന്റെ അച്ഛൻ തന്നെയല്ലേ, അല്ലാണ്ട് സുരേഷ് ഗോപി അല്ലല്ലോ. പിന്നെ സുരേഷ് ഗോപി നോമ്പ് തുറയ്ക്ക് പോയ സമയത്ത്
തരിക്കഞ്ഞി നക്കി കുടിച്ച അനക്കെന്തോണ്ട് അന്റെ കുടുംബത്ത് വന്നിട്ടല്ലോ. ഓനെ ക്ഷണിച്ചവിടത്ത് പോയി ഓൻ ആ പ്രവൃത്തിയിൽ പങ്കെടുത്ത് ആ സമൂഹത്തിന്റെ ഒപ്പം നിന്ന് അവർക്കൊപ്പം ഇരുന്ന് നോമ്പ് തുറ കൃത്യമായി അദ്ദേഹം ഭക്ഷണം കഴിച്ചാൽ അതിലെന്തിനാണ് ഗണേശന് കുഴപ്പം? ഗണേശൻ പൊക്കോ. ഈ ബന്ധക്കോസ്തുകാരുടെ സമ്മേളനത്തിൽ പോയിട്ട് നാമം ചൊല്ലിപ്പോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ ഇല്ലല്ലോ. Every person is a gift of God, a wonderful, marvelous gift. കലക്കില്ലേ ഞങ്ങൾ തീർത്തോ? അന്റെ രാഷ്ട്രീയ അഭ്യാസം അത്രയേ ഉള്ളൂ. I will not yield. Munambam. You don't you, sir. Please, but dunga. I will give you. Please sit down. Pass it down. Pass it down. Through you, Please sir. sit down. I will give it. Through you, sir. I will tell Mr. Pratas, with due respect, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്, ഇനിയും പൊള്ളും. അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും. 800 ചില്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി. അവരുടെ കൊലപാതക രാഷ്ട്രീയം മുനമ്പത്ത് 600 കുടുംബങ്ങളെയാണ്. സർ പ്ലീസ് ഗിവ് മീ ലിറ്റിൽ ടൈം പ്ലീസ് സർ. 600 കുടുംബങ്ങളെ അവരെ ചതിയിൽപ്പെടുത്തി മാത്രമല്ല വഹിച്ചിരിക്കുകയാണ്. ഇവര് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത്? ഒരു കമ്മീഷന് ജസ്റ്റിസ് CNRന്റെ പേരിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചു. ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മുക്കുകല്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ. അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും. താങ്ക് യു വെരി മച്ച്.